നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണം സിബിഐക്ക് വിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സിപിഎം നീക്കം. സുപ്രീം കോടതി തള്ളിയ ആവശ്യം സർക്കാർ നടപ്പാക്കിയതാണ് സിപിഎമ്മിനെ പ്രകോപിപ്പിക്കുന്നത്. സിപിഎം നേരിട്ട് കോടതിയെ സമീപിക്കുന്നതിന് പകരം പഴയ ഹർജിക്കാരെ കൊണ്ട് ഹർജി സമർപ്പിക്കാനാണ് നീക്കം. എന്നാൽ സിപിഎമ്മിന്റെ പോക്കറ്റ് കീറുമെന്നല്ലാതെ ഇക്കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല. കാരണം സിബിഐ അന്വേഷണത്തിന് സർക്കാർ ശുപാർശ നൽകുന്നത് സർക്കാരിന്റെ നയപരമായ കാര്യമായതിനാൽ ഒരു കോടതിയും ഇക്കാര്യത്തിൽ ഇടപെടില്ല. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം സിബിഐക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും കുടുംബത്തിന്റെ ആവശ്യം തള്ളിയതാണ്. സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയെന്നും കെ രാഗേഷ് ചോദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീഷിന്റെ സ്വന്തം അന്വേഷണ ഏജൻസിയായ വിജിലൻസിനേക്കാൾ അദ്ദേഹത്തിന്റെ വിശ്വാസം സിബിഐയിലാകുന്നത് എന്തുകൊണ്ടാണ്? ഇഡിയിലും സിബിഐയിലും VD സതീഷിന് വല്ലാത്ത വിശ്വാസം ഉണ്ടാകുന്നത് അപകടകരമായ കാര്യമാണ്. ഇക്കാര്യം കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ആദ്യ കേസാണ് നവീൻ ബാബുവിൻ്റേത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സിബിഐക്ക് നേരിട്ട് കേസ് ഏറ്റെടുക്കാനുള്ള പൊതു അനുമതി റദ്ദാക്കിയിരുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ശുപാർശ അനിവാര്യമാണ്. നവീൻ ബാബുവിന്റെ കുടുംബം ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യം പരിഗണിച്ചാണ് കേസ് സിബിഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. മരിച്ച ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇതൊരു ആത്മഹത്യയല്ലെന്ന് സംശയിക്കുന്നത്. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങളില്ല. FIR-ലും മറ്റു സംശയങ്ങൾ പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഗുരുതര പരാമർശം ഒഴിവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കരുതുന്നു. കാരണം കണ്ണൂരിൽ CPM തീരുമാനിക്കുന്നത് മാത്രമേ നടക്കൂ. അതേസമയം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചത്. കേസിലെ പ്രതി ദിവ്യ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ തൂങ്ങി മരിച്ചത്. പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നതെന്നും CBI വരേണ്ട ആവശ്യമില്ലെന്നും പിണറായി സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം ആവശ്യമില്ലെന്നും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നുമായിരുന്നു സർക്കാർ നിലപാട്. നേരത്തെ കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ അന്വേഷണത്തിന് CBI തയ്യാറാണോ എന്നും കോടതി ചോദിച്ചു. ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഏറ്റെടുക്കാമെന്നായിരുന്നു മറുപടി. എന്നാൽ കേസിൽ CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യമെന്നും കോടതി പറഞ്ഞു. പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്നതിന് നിലവിൽ തെളിവുകളില്ല. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്ന് പറയാനാകില്ല. കണ്ണൂർ കമ്മീഷണറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിൽ തൃപ്തിയുണ്ടോ എന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന അഭിപ്രായമുണ്ടോ എന്നും ഹർജിക്കാരിയോട് ആരാഞ്ഞു. നരഹത്യ അടക്കം സംശയിക്കുന്നതിനാൽ CBI അന്വേഷണം വേണമെന്ന വാദത്തിൽ ഹർജിക്കാരി ഉറച്ചുനിന്നു. നവീന്റെ ദേഹ പരിശോധനയിലും ഇൻക്വസ്റ്റിലും പരിക്കുകൾ കണ്ടെത്തിയോ എന്നും കോടതി ചോദിച്ചു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. മരണം കൊലപാതകമാണെന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളില്ലെന്ന് പോലീസ് പറഞ്ഞു. ബന്ധുക്കൾ വരാൻ വൈകിയതിനാലാണ് ഇൻക്വസ്റ്റ് സ്വതന്ത്രരായ 5 പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചു. പ്രതിയായ PP ദിവ്യ, കൈക്കൂലി പരാതി ഉന്നയിച്ച പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P നാരായണൻ വഴി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷിയായ CPM അല്ലെന്നും ഇതിൽ പറയുന്നു. കളക്ടറേറ്റിലെ യാത്രയപ്പ് യോഗത്തിലേക്ക് PP ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് എത്തിയത്. നവീൻ ബാബുവിനെ മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തേജോവധം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ആ മാനസിക വിഷമത്തിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇതൊരു കൊലപാതകമാണെന്ന് കുടുംബത്തിന്റെ സംശയം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ആത്മഹത്യ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും ഫോറൻസിക് സംഘവും അറിയിച്ചിരിക്കുന്നത്. കൊലപാതകം എന്നതിന്റെ യാതൊരു സൂചനയും എങ്ങും നിന്നും കിട്ടിയിട്ടില്ല. നവീൻ ബാബുവിന്റെയും ജില്ലാ കളക്ടറുടെയും പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തന്റെയും CDR അടക്കമുള്ളവ പരിശോധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ള PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന ആരോപണം അവാസ്തവമാണ്.
മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദിവ്യ CPM-ൽ യാതൊരു പദവിയും നിലവിൽ വഹിക്കുന്നില്ല. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ CCTV ഫുട്ടേജുകളും ശേഖരിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. കയറിന്റെ വ്യാസത്തിൽ ദുരൂഹതയുണ്ട്. 0.5 സെന്റിമീറ്റർ ഡയമീറ്റർ കയർ മൊബൈൽ ചാർജറിനേക്കാൾ ചെറിയ വ്യാസമാണുള്ളത്. ഇത് തന്നെ ദുരൂഹമാണ്. 55 കിലോ ഭാരമുള്ള മനുഷ്യന് ഈ ചെറിയ വ്യാസമുള്ള കയറിൽ തൂങ്ങി മരിക്കുക എന്നത് അസ്വാഭാവികമാണ്. മൂത്രസഞ്ചി ശൂന്യമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശ്വാസം മുട്ടി മരിച്ചിട്ടും ശ്വാസകോശത്തിന് കുഴപ്പമില്ലെന്ന് പറയുന്നു. ഹൃദയവായുവിനും ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന അടിവസ്ത്രത്തിലെ രക്തകറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തതിലും ദുരൂഹതയുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹ ഇടപാടുകൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ ബാബു കുടുംബത്തെ അറിയിച്ചിരുന്നു. ശശിയുടെ ഇടപെടൽ കാരണം ജോലി ചെയ്യാൻ നവീൻ ബാബുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ BJPയുടെ പൂർണ്ണ പിന്തുണ സർക്കാരിനുണ്ട്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഗൗരവകരമെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ADMന്റെ മരണം കൊലപാതകമാണെന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് പുതിയ റിപ്പോർട്ടുകളെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR-ലും ഇതിനെപ്പറ്റി പരാമർശമില്ലാത്തത് സംശയാസ്പദമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ നടന്നു എന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു നടപടി സ്വീകരിക്കില്ലെന്ന് ഉറപ്പാണ്. ഉന്നത ഇടപെടൽ നടന്നതിനാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം പ്രഹസനമാകും. CBI അന്വേഷണത്തെ CPM സംസ്ഥാന സെക്രട്ടറിയും സർക്കാരും എതിർക്കുന്നത് മടിയിൽ കനമുള്ളതുകൊണ്ട്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. CBI അന്വേഷണം നടന്നാൽ മാത്രമേ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കൂ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഒടുവിൽ രംഗത്തെത്തി. തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോഴാണ് ശശി മറുപടി പറഞ്ഞത്. വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണകൾ പറഞ്ഞു മാത്രം നിൽക്കേണ്ട ഗതികേടിൽ നിലമ്പൂർ MLA അൻവർ ചെന്നെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ പ്രസ്താവന എന്നാണ് P. ശശി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവുമായി ജീവിതത്തിൽ ഇന്നേ വരെ എന്തെങ്കിലും കാര്യത്തിനോ ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. ഒരു തരത്തിലും എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത നവീൻ ബാബുവുമായി ബന്ധപ്പെടുത്തി MLA പറഞ്ഞത് നുണകളും ദുരാരോപണങ്ങളുമാണ്. പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചത് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതിനകം നടത്തിയ അപമാനകരമായ നുണപ്രചാരണങ്ങൾക്കെതിരെ 2 കേസുകൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹ ഇടപാടുകൾ കണ്ണൂർ ADM നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നാണ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ ആരോപിച്ചത്. P. ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ കുടുംബത്തെ അറിയിച്ചിരുന്നു. ശശിയുടെ ഇടപെടൽ കാരണം ജോലി ചെയ്യാൻ നവീൻ ബാബുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരും. ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI വരുമെന്ന് ഏകദേശം ഉറപ്പായി. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചതോടെയാണ് മുൻ സർക്കാർ വെട്ടിലായത്. നവീൻ ബാബുവിന്റെ മരണം നടന്ന് 1.5 മാസം തികഞ്ഞപ്പോഴാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി കുടുംബം കോടതിയിലെത്തിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. കുറ്റപത്രത്തിൽ വരുന്നത് വ്യാജ തെളിവുകളായിരിക്കുമെന്നും കുടുംബം പറഞ്ഞു. പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചുവെന്നാണ് സംശയിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. SIT അന്വേഷണം പേരിന് മാത്രമെന്നായിരുന്നു കുടുംബത്തിന്റെ വാദം. പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമാണെന്ന് കുടുംബം കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മരണത്തിലേക്ക് നയിച്ച PP ദിവ്യയുടെ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി ആരോപണം തൊട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മന്ദഗതി വരെ സംശയത്തിനിടയാക്കുകയാണ്. CPM-നെയും മുൻ സർക്കാരിനെയും കുഴക്കി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടതോടെ നവീന്റെ കുടുംബത്തിലും പത്തനംതിട്ടയിലെ പാർട്ടിയിലും പുകയുന്ന പ്രതിഷേധം കൂടിയാണ് മറ നീക്കി പുറത്തു വന്നത്. പത്തനംതിട്ട CPM ഇപ്പോഴും നവീന്റെ കുടുംബത്തിനൊപ്പമാണ്. ഒക്ടോബർ 14 കലക്ട്രേറ്റിൽ ADM-ന് നടന്ന യാത്രയപ്പ് യോഗത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യ ക്ഷണിക്കാതെ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും. പിറ്റേന്ന് 7-നാണ് ADM-നെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയതാണ് തുടക്കത്തിൽ വിവാദമായത്. ആത്മഹത്യക്കുറിപ്പ് കൊണ്ടെന്നും ഒളിപ്പിച്ചെന്നും പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതും രണ്ടാമത്തെ വിവാദം.
ബന്ധുക്കൾ എത്തും മുമ്പേ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും ചർച്ചയായി. ഇതിൽ നിന്നെല്ലാം സംഗതി കൊലപാതകമാണെന്ന് സംശയിക്കേണ്ടി വരും. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് നവീന്റെ സഹോദരന്റെ പരാതി ലഭിച്ച് 3-ാം നാളിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കേസ് ചുമത്തി. ഇതോടെ ദിവ്യ ഒളിവിൽ പോയി. മരണം നടന്ന് 15-ാം നാളിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച് കീഴടങ്ങുന്നതുവരെ ദിവ്യയെ പിടികൂടാതെ പോലീസ് ഒത്തുകളിച്ചു. ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി കഥയിൽ ഇനിയും വ്യക്തത വന്നില്ല. ADM കൈക്കൂലി വാങ്ങിയെന്ന പമ്പുടമ TV പ്രശാന്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഒപ്പിലും പേരിലും വരെ വൈരുദ്ധ്യം. എന്നിട്ടും അന്വേഷണം ആ വഴിക്ക് പോയില്ല. കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവൊന്നും ദിവ്യ ഹാജരാക്കിയതുമില്ല. പ്രശാന്തിനെതിരെ കാര്യമായ അന്വേഷണവും നടന്നില്ല. പെട്രോൾ പമ്പ് ഇടപാടിൽ ബിനാമി എന്ന ആരോപണവും അന്വേഷിച്ചില്ല. പമ്പ് NOC നൽകിയതിൽ ADMന് വീഴ്ചയുണ്ടായില്ലെന്ന് റിപ്പോർട്ട് നൽകിയ കലക്ടർ പിന്നീട് മാറ്റി പറഞ്ഞു. ഒരു തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായി ലാൻഡ് റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർക്കും പോലീസിനും കലക്ടർ മൊഴി നൽകി. യാത്രയപ്പ് യോഗത്തിന് കലക്ടർ ക്ഷണിച്ചെന്ന് ദിവ്യയും ഇല്ലെന്ന് കലക്ടർ നൽകിയ മൊഴികൾ വേറെ. ഇതിനിടെ നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകി ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ട് വേറെയും ഉണ്ടായി. റവന്യൂ മന്ത്രിയുടെ പിന്തുണയാണ് ADMന്റെ കുടുംബത്തിന് ആകെയുള്ളത്. ഒക്ടോബർ 25-നാണ് ADMന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നത്. അതുവരെ അന്വേഷിച്ച ടൗൺ പോലീസിനേക്കാൾ മന്ദഗതിയിലായി പിന്നീടുള്ള നീക്കങ്ങൾ. കുടുംബത്തിന്റെ മൊഴി പോലെ എടുത്തിട്ടില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ പരാതിപ്പെട്ട ശേഷം ആ വഴിക്ക് അന്വേഷണ സംഘം ചിന്തിച്ചത്. ഈ നിലയ്ക്ക് പോയാൽ CBI അന്വേഷണം വേണ്ടിവരുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ തന്നെ സൂചിപ്പിച്ചിരുന്നു. യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം ഔദ്യോഗിക കാറിലെത്തിയ നവീൻ ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ദുരൂഹം. സാധാരണഗതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട മൃതദേഹം എന്ന് പറയാറുള്ള പോലീസ് നവീൻ ബാബു തൂങ്ങി മരിച്ചുവെന്ന് സംശയത്തിനിട നൽകാതെ വിധത്തിൽ പറയുന്നതും ദുരൂഹത ഉണർത്തുന്നു. മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടില്ലെന്ന പോലീസിന്റെ വെളിപ്പെടുത്തലും അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് 12 മണിക്കൂറിന് ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും ദുരൂഹത ഉണർത്തുന്നു. ബുധനാഴ്ച രാവിലെ 5-ന് നവീൻ ബാബു ഒരു സുഹൃത്ത് വാട്സപ്പ് സന്ദേശം അയച്ചതും ദുരൂഹതയാണ്. പോലീസ് എത്തുമ്പോൾ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സ് തുറന്നു കിടക്കുകയായിരുന്നു. ഇതും ദുരൂഹതയുള്ള സംഭവമാണ്. മുനീശ്വരൻ കോവിലിന് മുമ്പിൽ നവീൻ ബാബു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്റെ ഒരു സുഹൃത്ത് കാസർഗോഡ് നിന്ന് വരുമെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. അത് ആരാണെന്ന് ADM പറഞ്ഞില്ല. ആദ്യം ഓഫീസിൽ നിന്നിറങ്ങിയ നവീൻ ബാബു കാറിന്റെ ലോഗ് ബുക്ക് ഒപ്പിടാൻ തിരികെ വന്നിരുന്നു. എന്നിട്ടാണ് അവസാന യാത്ര തുടങ്ങിയത്. മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിൽ എത്തിയതെന്ന് വ്യക്തമല്ല. മുനീശ്വരൻ കോവിൽ മുഴുവൻ ക്വാർട്ടേഴ്സ് വരെ എന്ത് സംഭവിച്ചെന്ന് പോലീസ് ഇതുവരെയും പരിശോധിച്ചിട്ടില്ല. മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബുവിനെ പിന്തുടർന്നെത്തിയ ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നു കെട്ടി തൂക്കിയോ എന്ന് പരിശോധിച്ചിട്ടില്ല. ക്വാർട്ടേഴ്സ് തുറന്നിട്ട ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ക്വാർട്ടേഴ്സിന് സമീപമുള്ള CCTV ദൃശ്യങ്ങളും ആരും പരിശോധിച്ചിട്ടില്ല. നവീൻ ബാബു തൂങ്ങി മരിച്ചതായി പോലീസിന് എവിടെ നിന്നാണെന്ന് ഉറപ്പ് കിട്ടിയതെന്നും വ്യക്തമല്ല. കണ്ണൂർ CPMന്റെ തട്ടകമാണ്. അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. PP ദിവ്യ പാർട്ടിയുടെ ഓമന മകളാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പാർട്ടി ഒപ്പം നിൽക്കും. അതാണ് കണ്ണൂരിൽ കണ്ടത്. ദിവ്യയ്ക്ക് ചുറ്റും സംരക്ഷണ കവചം തീർക്കുകയായിരുന്നു പാർട്ടി. മുൻ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നാവ് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് സതീശൻ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോടതിയിൽ പോകാൻ CPM ആലോചിക്കുന്നത്.